ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ ജാസ്മിൻ്റെ അച്ഛനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ അപ്സരയെ അടിച്ചു എന്നൊരു വാർത്ത പ്രചരിച്ചത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ജാസ്മിൻ്റെ അച്ഛൻ അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ പറയുകയാണ്. ഇത് ബിഗ് ബോസ് കണ്ടതും ഉടൻ തന്നെ ജാസ്മിൻ്റെ അച്ഛൻ കൺഫെഷൻ റൂമിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. വിളിപ്പിക്കുമ്പോൾ തന്നെ കൺഫെഷൻ റൂമിലേക്ക് വരികയാണ് ജാസ്മിൻ്റെ അച്ഛൻ. ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട്, റൂൾ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണെന്നും പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അകത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതൊന്നും ഇവിടെ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ശേഷം ഇനിയിപ്പോൾ ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ നിന്നും ഓക്കെ ശരി എന്നാൽ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ജാസ്മിൻ്റെ ഫാദർ കയ്യിൽ ഗബ്രിയുടെ ഫോട്ടോയും ഗബ്രി കൊടുത്തൊരു മാലയും കയ്യിലുണ്ട്. അതുമായിട്ടാണ് കൺഫെഷൻ റൂമിലേക്ക് കയറുന്നത്. ഈ കൺഫെഷൻ റൂമിലേക്ക് കയറാൻ നേരത്ത് ജാസ്മിൻ പറഞ്ഞാണ്, അച്ഛാ അതിവിടെ വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞാണ്. പക്ഷേ സാരമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. അപ്പം ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച ശേഷം അത് അവിടെ വെച്ചിട്ട് പോയാൽ മതി, അതായത് കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് പോയാൽ മതി ഫോട്ടോയും മാലയും എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയുകയാണ്. ബിഗ് ബോസ് ആ ഒരു ഫോട്ടോയുടെയും മാലയുടെയും വിഷയം അവിടെ കൊണ്ട് തീർത്തു. അതാണ് അങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം. അവിടെയും എന്തായാലും ജാസ്മിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നതിനൊരു തെളിവാണിത്. കാരണം ആ ഒരു മാലയും ആ ഒരു വിഷയവും അവിടെ തീർന്നു. കാരണം ഇത് കുറച്ച് വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ജാസ്മിൻ ഇവിടുന്ന് പോകാനുള്ളൊരു കാരണം ഇതായാലോ എന്ന് കരുതിയിട്ട് ആയിരിക്കും ബിഗ് ബോസ് അങ്ങനെ ഇത് വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത്. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്